അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സാധാരണക്കാരന് പറ്റിയൊരു വണ്ടിയാണ്. റിനോൾട്ടിൻ്റെ കിഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണക്കാരന് പറ്റിയ വണ്ടി എന്ന് പറയാൻ കാരണം ഏകദേശം നിങ്ങളിപ്പോൾ NH-ലൊക്കെ ഓട്ടുകയാണെന്നുണ്ടെങ്കിൽ തള്ളാന്ന് വിചാരിക്കരുത്. 29 വരെ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. അത് നമ്മൾ സാധാരണ റോഡിലേക്ക് വരുമ്പോൾ കാറ്റും ഇറക്കമുള്ള നമ്മുടെ സാധാരണ ഉൾഗ്രാമങ്ങളിലൊക്കെ നിങ്ങൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 ഉറപ്പിക്കാൻ പറ്റിയ മൈലേജ് ഉള്ള വണ്ടിയാണ്. അത് പെട്രോളാണ് കേട്ടോ. അധികം മെയിൻ്റെനൻസ് ഒന്നും വരില്ല. ഡീസലാകുമ്പോൾ നമുക്കറിയാം കൂടുതൽ ചൊറയാണ്. അതോ ഓടിച്ചിട്ട് ഇതിലൊക്കെ പ്രശ്നമാണ്. മാസങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓടിക്കാതെ ഇടാം, ഒരു പ്രശ്നം വരില്ല. ആ രീതിയിലുള്ള നല്ല കിഡിലൻ വണ്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കിലോമീറ്റർ ആകെ 53,000 കിലോമീറ്ററിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അതായത് ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഉപയോഗിച്ച വണ്ടിയാണ് കേട്ടോ. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 800 cc ആണെന്നുണ്ടെങ്കിലും ഇതിൽ നല്ല ഒരു ഫുള്ള് ഫാമിലിയൊക്കെ 6 പേരൊക്കെ ഏറ്റൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ നല്ല പവറായിട്ട് കാറ്റും വലിക്കൊന്നുമില്ല. അത് കാൾട്ടോ ആയാലും ഏത് വണ്ടിയായാലും നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു 3-4 ആളൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് നല്ല പുള്ളിങ് ഉള്ള വണ്ടിയാണ്. പിന്നെ പറയാനുള്ള കിഡിൻ്റെ ഇതിൽ ചെറിയൊരു നോയ്സ് ഉണ്ടാവും വണ്ടിക്ക്. കിഡിൻ്റെ എല്ലാ വണ്ടിക്കുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു ഡീസൽ വാഹനത്തെ പോലെ ചെറിയ രീതിയിലൊരു നോയ്സൊക്കെ വരുന്ന വണ്ടിയാണ്. പക്ഷെ നല്ല ഡ്രൈവിംഗ് കംഫർട്ട് തരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ഒരു പാവങ്ങളുടെ SUV എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ഒരു ലുക്ക് തരുന്ന 4 ആൾക്കാരെ മുന്നിൽ ഇടാൻ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിട്ടുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. നമ്മൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വണ്ടിക്ക് ചെറിയ രീതിയിലുള്ളൊരു സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ടച്ചപ്പ് ചെയ്തിട്ട് നമ്മൾ വണ്ടി കൊടുക്കും. ഇത് നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഉള്ള ആ ഒരു പ്രശ്നം തന്നെയാണ്. പെയിൻറ്റ് ചെറിയതായിട്ട് പോയൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റെഡിയാക്കി കൊടുക്കും. അല്ലാതെ നമ്മൾ വണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു സ്ക്രാച്ചും ഉണ്ട്. നമ്മളുള്ള വണ്ടിക്ക് എന്തൊക്കെയാണോ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയട്ടോ. ഈ ഒരു കാണുന്ന ലെവൽക്ക് ഞങ്ങൾക്ക് വണ്ടി കിട്ടും ചെയ്യും. അല്ലാതെ നമ്മൾ കുറേ ആളുകൾ വീഡിയോസ് കാണാറുണ്ട്, വണ്ടീൻ്റെ ഫ്രണ്ട് മാത്രം കാണിക്കും, പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. എന്നിട്ട് വെറുതെ യാത്ര കൂലിയൊക്കെ വന്നിട്ട് മടങ്ങി പോകുന്ന സ്ഥിതിയിലേക്ക് പോകാറുണ്ട് പലരും. പിന്നെ ടയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതുപുത്തൻ ടയറായിട്ട് തന്നെ 4 ടയറുകളും ഉണ്ട്. ഏകദേശം ഒരു 85-90% തന്നെ ടയറും ഉണ്ട് കേട്ടോ. 4 ടയറും ഉണ്ട്. പിന്നെ നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ 50,959 ഓടിക്കണം. എനിക്ക് തോന്നുന്നത് 53 എന്നാണ് പറഞ്ഞത്, തെറ്റിപ്പോയതാണ്. പിന്നെ ഡിസ്പ്ലേ നല്ലൊരു അടിപൊളി HD ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ആപ്സൊക്കെ ഉള്ള ഡിസ്പ്ലേയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ക്യാമറ ഉണ്ട് കേട്ടോ. റിവേഴ്സ് ഗിയർ കിട്ടാൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ തന്നെ ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നല്ല ക്ലീനാണ്. എവിടെയും വെട്ടിപ്പൊളിയോ അങ്ങനൊന്നുമില്ല. നല്ല അടിപൊളി സെറ്റപ്പിൽ ഇത് കിട്ടും. പിന്നെ സീറ്റ് കവറൊക്കെ നോക്കി. സീറ്റ് കവർ ഞാൻ കാണിച്ചു തരാം. അതായത് കമ്പനീൻ്റെ എങ്ങനെയാണോ സീറ്റ് കവർ ആ ലെവൽക്കുള്ള സീറ്റ് കവറാണ്. ഞാനിത് ഗ്യാരണ്ടി തരാൻ കാരണം നമ്മളിത് വാങ്ങിയിട്ടുള്ളത് ഒരു പ്രായമായ ഒരാളെടുത്തു നിന്നായിരുന്നു. എല്ലാം നമ്മൾ ഓടിച്ചിട്ടുമില്ല. പെട്ടെന്നൊരു അർജൻറ്റ് സെയിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം. സത്യം പറഞ്ഞാൽ വണ്ടി വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. വാഷ് ചെയ്തതിനായിട്ട് ലുക്കിൽ നിങ്ങൾക്ക് വണ്ടി കാണാൻ പറ്റും. പെട്ടെന്നൊരു വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇത്ര ധൃതി പിടിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2016 വണ്ടിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പാണ്. 50,900 സംതിങ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ബാക്കി സ്ക്രാച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, വണ്ടിയെക്കുറിച്ച് പറഞ്ഞു. വണ്ടി നന്നായിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും മനസ്സിലാവും. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് കേട്ടോ. പെട്രോളിൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 2,35,000 നമ്മൾ ഈ ഒരു വണ്ടിക്ക് വില പ്രതീക്ഷിക്കുന്നത്. ലോ കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം.
നമ്മുടെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. പെട്ടെന്ന് അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.